15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനത്തിന്റെ അവസാന ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തെക്കുറിച്ചുള്ള ഭരണ പ്രതിപക്ഷ വാക്പോരോടെയാണ് അവസാന ദിനവും സഭ ആരംഭിച്ചത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും പ്രതിപക്ഷത്തു നിന്ന് കെ ബാബു തൃപ്പൂണിത്തുറ MLA ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രതിപക്ഷം ഇന്നും സഭയിൽ നിസ്സഹകരണം തുടർന്നു. ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനം ആരംഭിച്ച സമയം മുതൽ സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ സഭയുമായി ഗവൺമെൻറ്റുമായി നിസ്സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങിയതോടെ ഭരണപക്ഷത്തു നിന്ന് മന്ത്രിമാരായ P. രാജീവ്, MP രാജേഷ്, V. ശിവൻകുട്ടി എന്നിവർ മറുപടി നൽകി. നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഞങ്ങൾ 21 മന്ത്രിമാരുണ്ടല്ലോ, ഈ 21 മന്ത്രിമാർക്കെതിരായും ഒരാരോപണം പോലും ഈ കഴിഞ്ഞ 5 വർഷം ഉന്നയിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു ആക്ഷേപവും ആരോപണവും ഉന്നയിച്ച് ഈ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി ധൈര്യമില്ലാത്തവരാണ് സാർ. പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചതോടെ ഇന്നത്തെ ചോദ്യോത്തരവേള റദ്ദാക്കി. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ചോദ്യോത്തരവുമായി പ്രതിപക്ഷം സഹകരിക്കാത്ത പക്ഷത്തിൽ ചോദ്യോത്തരം റദ്ദ് ചെയ്തിരിക്കുന്നു. അന്തരിച്ച മുൻ സാമാജികൻ M. മുരളിക്ക് നിയമസഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മാവേലിക്കര മുൻ MLAയുമായിരുന്ന M. മുരളിക്ക് സ്പീക്കർ AN ഷംസീർ ചരമോപചാരം അർപ്പിച്ചു. വിവിധ വിഷയങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന മികച്ച സാമാജികനായിരുന്നു അദ്ദേഹമെന്ന് സ്പീക്കർ പറഞ്ഞു. നിയമസഭാ പ്രവർത്തനങ്ങളിൽ അസാമാന്യമായ കൃത്യത പുലർത്തിയിരുന്ന M. മുരളി 9ാം കേരള നിയമസഭയുടെ 12ാം കേരള നിയമസഭയുടെ പൊതു പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ 73 അനൌദ്യോഗിക ബില്ലുകൾ അവതരണാനുമതി നേടിയിട്ടുണ്ട്. മലയാളം സർവകലാശാലയുടെ രൂപീകരണം, മുതിർന്ന പൗരന്മാർക്കായുള്ള കമ്മീഷൻ തുടങ്ങിയ നിരവധി വിപ്ലവകരമായ ആശയങ്ങൾ അദ്ദേഹമാണ് അനൌദ്യോഗിക ബില്ലുകളുടെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അംഗങ്ങൾ അല്പസമയം എഴുന്നേറ്റ് നിന്നു. കറപുരളാത്ത രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഉടമയുമായ M. മുരളിയുടെ വിയോഗം കേരള രാഷ്ട്രീയത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ്. അന്തരിച്ച മഹത് വ്യക്തിയോടുള്ള ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ എന്നിവയുടെ മറുപടികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കലിൻ്റെയും സബ്മിഷനുകളുടെയും മറുപടികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ച് ഗവർണർ സ്പീക്കർക്ക് നൽകിയ കത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന സംബന്ധിച്ച് സ്പീക്കർക്ക് ഗവർണർ കത്തു നൽകിയിരുന്നു. ഈ കത്തിന് മുഖ്യമന്ത്രി വിശദീകരണം നൽകി. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ സ്വയം തിരുത്തി വായിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗങ്ങളിലെ ആദ്യത്തെയും അവസാനത്തെയും ചില ഭാഗങ്ങൾ മാത്രമാണ് അവർ സഭയിൽ വായിച്ചത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ഗവർണർമാരായിരുന്ന ജ്യോതി വെങ്കടാചലത്തിൻ്റെയും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും പ്രസംഗങ്ങളിലെ സഭയിൽ വായിച്ച ഭാഗങ്ങൾ മാത്രമേ സഭാരേഖകളിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ അന്നൊക്കെ തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ച ഔദ്യോഗിക നയപ്രഖ്യാപന പ്രസംഗം അതേപടി നിയമസഭാ രേഖകളിൽ ചേർക്കുന്ന കീഴ്വഴക്കമാണ് നാം പിന്തുടർന്നു വന്നിരുന്നത്. ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നൽകിയിട്ടുള്ള കത്തുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സഭയെ അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്പീക്കർക്ക് നൽകിയ കത്തുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ സ്പീക്കർക്ക് നൽകിയ കത്തുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സഭ തീരുമാനിക്കുന്നു. തുടർന്ന് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടന്നു.
ഇതിനു പിന്നാലെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള വിവിധ ബില്ലുകളുടെ അവതരണത്തിനും അവയുടെ വകുപ്പ് തിരിച്ചുള്ള പരിഗണനയ്ക്കും ശേഷം സഭ പാസാക്കി. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ കീഴിലുള്ള സർവീസ് സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ബിൽ, 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ, 2026 അബ്കാരി ഭേദഗതി ബിൽ എന്നിവ വകുപ്പ് തിരിച്ചുള്ള പരിഗണനയ്ക്ക് ശേഷം സഭ പാസാക്കി. തുടർന്ന് ബന്ധപ്പെട്ട ചട്ടങ്ങൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് 2026 കേരള ധനകാര്യ ബിൽ, 2026 കേരള ധനകാര്യ 2ാം നമ്പർ ബിൽ, 2026 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ എന്നിവ അവതരിപ്പിച്ച് പാസാക്കി. തുടർന്ന് അംഗങ്ങൾക്കെതിരെയുള്ള അവകാശ ലംഘന പ്രശ്നങ്ങൾ സ്പീക്കർ തീർപ്പാക്കി. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ബഹുമാനപ്പെട്ട അംഗം ശ്രീ പി സി വിഷ്ണുനാഥിന്റെ ആവശ്യത്തിന് അനുമതി നിഷേധിക്കുന്നു. നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കുന്നതിനുള്ള ഉപക്ഷേപം മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കുന്നതിനുള്ള ഉപക്ഷേപം അവതരിപ്പിച്ചത്. സഭയുടെ മുമ്പാകെ മറ്റ് അത്യാവശ്യ ബിസിനസ്സുകൾ അവശേഷിക്കാത്തതിനാൽ സഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയാവുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർ, സഭ മുൻപാകെ മറ്റ് അത്യാവശ്യ ബിസിനസ്സുകളൊന്നും ഇല്ലാത്തതിനാൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാവുന്നതാണ്. തുടർന്ന് 15ാം കേരള നിയമസഭയുടെ സംക്ഷിപ്ത രൂപം സ്പീക്കർ അവതരിപ്പിച്ചു. 15ാം കേരള നിയമസഭ അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിലേക്ക് കടക്കുകയാണ്. ഈ കാലയളവിൽ 16 സമ്മേളനങ്ങളായി ആകെ 204 ദിനങ്ങൾ സഭ സമ്മേളനിക്കുകയുണ്ടായി. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റവും ഭംഗിയായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ വിവിധ വിഷയങ്ങളിൽ കാമ്പുള്ള ചർച്ചകൾ ഈ സഭയിൽ ഉയർന്നു വരികയുണ്ടായി. നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന നിലയിൽ ജനോപകാരപ്രദമായ ഒട്ടേറെ ബില്ലുകൾ പാസ്സാക്കുന്നതിനും ഈ കാലയളവിനുള്ളിൽ സാധിച്ചിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. 15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളന വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.